بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار العزيز الغفار المتكبر الجبار له الكتاب وإليه الإياب وعليه الحساب. اللهم صل وسلم وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد. ഇപ്പോൾ പേജ് നമ്പർ 520 ആയത്ത് തുടക്കം, അതായത് 36-ാമത്തെ ആയത്ത് മുതൽ. പേജ് നമ്പർ 520 സൂറത്ത് ഖാഫ് 36-ാമത്തെ ആയത്ത് മുതൽ തുടങ്ങി നോക്കാം. കിട്ടിയോ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكم أهلكنا قبلهم من قرن هم أشد منهم بطشا فنقبوا في البلاد هل من محيص. إن في ذلك لذكرى لمن كان له قلب أو ألقى السمع وهو شهيد. ولقد خلقنا السماوات والأرض وما بينهما في 6 أيام وما مسنا من لغوب. فاصبر على ما يقولون وسبح بحمد ربك قبل طلوع الشمس وقبل الغروب ومن الليل فسبحه وأدبار السجود. واستمع يوم ينادي المناد من مكان قريب يوم يسمعون الصيحة بالحق ذلك يوم الخروج. إنا نحن نحيي ونميت وإلينا المصير. يوم تشقق الأرض عنهم سراعا ذلك حشر علينا يسير. نحن أعلم بما يقولون وما أنت عليهم بجبار. فذكر بالقرآن من يخاف وعيد. ഒരു പുതിയ വിഷയമാണ്. നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടുന്ന അല്ലെങ്കിൽ ഭയപ്പെടേണ്ടുന്ന ചില കാര്യങ്ങളാണ്. വക്കം അഹ്ലക്ന ഖബ്ലഹും മിൻ ഖർനി. വക്കം അഹ്ലക്ന, എത്രയാണ് നാം നശിപ്പിച്ചവർ. നാം എത്രയോ ആളുകളെ, മിൻ ഖർനിൻ തലമുറകളെ, അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി. കർണിന് തലമുറ, കൊമ്പ്, നൂറ്റാണ്ട് എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ട്. ഖൈറുന്നാസി കർണി സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ ഹദീസ്, ഏറ്റവും നല്ല മനുഷ്യർ എൻ്റെ തലമുറയാണ് എന്നാണ്. അതായത് സ്വഹാബികൾ. എൻ്റെ നൂറ്റാണ്ടാണ് എന്നല്ല, എൻ്റെ തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ രണ്ടാമത്തെ തലമുറ താബിഈകൾ. സുമ്മല്ലദീന യലൂനഹും, പിന്നെ തബഉ താബിഈകൾ. അപ്പൊ തലമുറ എന്നാണ്. എന്നാൽ കർണുത്താസ്, കർണുൽ ഖാമിസ് എന്നൊക്കെ പറയുമ്പോൾ 5-ാം നൂറ്റാണ്ട് 9-ാം നൂറ്റാണ്ട് എന്ന അർത്ഥത്തിലും അത് തന്നെ ഉപയോഗിക്കും. കർണു സൗർ എന്ന് പറയുമ്പോൾ അത് കാളക്കൊമ്പ് എന്നാണ്. ഇവിടെ ഈ രണ്ടർത്ഥവും എത്രയോ തലമുറകളെ, എത്രയോ നൂറ്റാണ്ടുകളായി, എത്രയോ സമൂഹങ്ങളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. ഹും
അവരൊക്കെ നശിപ്പിക്കപ്പെട്ട ആ സമുദായങ്ങളൊക്കെ അശദ്ദു മിൻഹും, ഈ മക്കക്കാരെക്കാൾ മദീനക്കാരെക്കാൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളെക്കാൾ കഠിനന്മാരായിരുന്നു, ശക്തരായിരുന്നു, കഴിവുറ്റവരായിരുന്നു, ഭരണാധികാരികളായിരുന്നു, ആയുസ്സുള്ളവരായിരുന്നു, ആരോഗ്യമുള്ളവരായിരുന്നു, സമ്പത്തുള്ളവരായിരുന്നു. അവരിൽ ചിലർ നടന്നു പോകുന്ന വഴി മണ്ണ് താഴ്ന്നു പോകുന്നവരായിരുന്നു. അവരിൽ ചിലർ ചവിട്ടി നിൽക്കുന്ന പാറകളിൽ ആ കാൽപ്പാടിന്റെ അടയാളം പതിയുമായിരുന്നു. അവരിൽ ചിലർ 60 മുഴം വരെ നീളമുള്ളവരായിരുന്നു. അവർ 1000 വർഷം വരെയും അവരിൽ ചിലർക്ക് ആയുസ്സുണ്ടായിരുന്നു. ഹും അശദ്ദു മിൻഹും ബത്ഷൻ, ശിക്ഷയിലും കഴിവിലും കയ്യൂക്കിലും ആരോഗ്യത്തിലും ഒക്കെ നമ്മളെക്കാൾ മികച്ചവർ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഫനഖബു, അവർക്ക് കിട്ടിയ കാലത്ത് അവർക്ക് ലഭിച്ചിരുന്ന കഴിവുകൾ കൊണ്ട് അവർ നാടുകൾ നക്കബ, തുരന്നു പോയിരുന്നു എന്ന് പറഞ്ഞാല് പറ്റാവുന്ന അത്രയും ഉപദ്രവങ്ങൾ, ശല്യങ്ങൾ, അക്രമങ്ങൾ, കുഴപ്പങ്ങൾ ഫിൽ ബിലാദി, അവർ ജീവിച്ചിരുന്ന നാടുകളിൽ അവരുടെ കാലത്ത് അവർ ചെയ്തിരുന്നു. എന്നിട്ടല്ല പറയാ അൽബിം മഴീസ്, എന്നിട്ട് അവർക്ക് ശിക്ഷ വന്നപ്പോൾ ഓടി രക്ഷപ്പെടാൻ പറ്റിയ വല്ല സ്ഥാനവും കേന്ദ്രവും ഉണ്ടായിരുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ? ആ ചോദ്യമാണ് നമ്മളെ ഭയപ്പെടുത്തേണ്ടത്. ഖുർആൻ പറഞ്ഞില്ലേ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തുൽ ഇമാദ്. കൊങ്കൺ റെയിൽവേയുടെ പാലങ്ങളാണ് ദക്ഷിണേന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ വിസ്മയമായി നിൽക്കുന്നത്. അതുപോലുള്ള തൂണുകൾ പണ്ടേ ഉണ്ടായിരുന്നു. വലിയ കെട്ടിടങ്ങൾ, തൂണുകളിൽ കെട്ടിടമുണ്ടാക്കിയിരുന്ന സാങ്കേതിക വിദ്യ പണ്ടേ അറിയുമായിരുന്ന ആദ് സമുദായം. ആദ് സമുദായത്തിലെ ഇറമു ഗോത്രം എവിടെ പോയി? അവർക്ക് വല്ല രക്ഷയും അതുകൊണ്ടുണ്ടായോ? വസമൂദല്ലദീന ജാബു സ്വഹറ ബിൽ വാദ്, പാറക്കല്ലുകൾ തുരന്ന് താഴ്വരകൾ വീടുകളാക്കി മാറ്റിയ സമൂദ് ഗോത്രവും കടന്നുപോയിട്ടുണ്ട്. ഹൽ തറാലഹും മിൻ ബാഖിയ എന്ന ഖുർആൻ വേറെ കൊടുത്ത് ചോദിച്ചു, ഇവരിലൊക്കെ ആരെങ്കിലും ഇപ്പോ ആ ശിക്ഷയ്ക്ക് ശേഷം അവശേഷിച്ചതായി നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ, അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഫിറഔന് ബാക്കിയുണ്ടായിട്ടുണ്ടോ? നമ്രൂദ് ബാക്കിയുണ്ടായിട്ടുണ്ടോ? അതൊക്കെ നമ്മളെക്കാൾ എല്ലാം ഉള്ളവരായിരുന്നില്ലേ? എന്നിട്ട് അവർക്കൊന്നും ഓടിയൊളിക്കാനും രക്ഷപ്പെടാനും ഒരു നിവൃത്തിയും ഉണ്ടായിട്ടില്ല മുഅ്മിനീങ്ങളെ, മനുഷ്യരെ. അതുകൊണ്ട് കേവലം 10-70 കൊല്ലം മാത്രം ശരാശരി ആയുസ്സുള്ള നിങ്ങൾ 60 മുഴം നീളമുള്ള ആളുകളുടെ മുമ്പിൽ 6 അടി തന്നെ വലിയ ഉയരമായി കാണുന്ന നിങ്ങൾ നമ്മളോടാണ് അല്ലേ? 10 പേരൊരു ഒട്ടകത്തെ ഇരുന്ന ഇരിപ്പിൽ തിന്നിരുന്ന ആൾക്കൂട്ടത്തിനിടയിൽ 100 പേര് തിന്നാലും തീരാത്ത നിങ്ങൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുവോ എന്നാണ് ചോദിക്കുന്നത്. അധികമൊന്നും പോണ്ട. ആ പാലക്കാട് ടിപ്പു സുൽത്താന്റെ കോട്ടയ്ക്കൊട്ട് പോയാല് ഇന്ന് ക്രെയിനൊക്കെ വേണ്ടി വരുന്ന ആ കല്ല് മനുഷ്യന്മാരെ ഏറ്റിക്കൊണ്ടുപോയി വെച്ചതാണ് 200 കൊല്ലം മുമ്പ് അല്ലേ? മനുഷ്യന്മാര് ചുമന്നുകൊണ്ട് കയറിയതാണ് അതിന്റെ മുകളിലേക്ക്. അത് അടിമകളാണെങ്കിലും ആരാണെങ്കിലും അത് ചുമക്കാൻ കഴിയുന്ന ആരോഗ്യമുള്ളവർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. വേണ്ട,
നമ്മുടെ നാടുകളിൽ പണ്ടുണ്ടായിരുന്ന അത്താണികള് അല്ലേ, അതിനാവശ്യമായ കല്ലുകൾ ചുമന്നത് ആരാണ്? നമ്മുടെ പഴയകാല പള്ളിയിലെ ഹൗലിന്റെ കരയിൽ കാല് കഴുകാനിട്ടിരുന്നാൽ ഒരാള് നീളമുള്ള കല്ല് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റൂല. നമ്മൾ 5-6 ആളുകൾ കഴിച്ചിരുന്ന ഭക്ഷണം ഒറ്റയിരിപ്പിൽ കഴിച്ചിരുന്ന ആളുകൾ നമ്മുടെ തലമുറയിൽ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. കാരണന്മാർക്കൊക്കെ അറിയാം, ഒന്നും ബാക്കിയില്ല, ഒക്കെ തീർന്ന് അല്ലേ. വകം അഹ്ലകിന ഖബ്ലഹും മിൻ ഖർനിൻ. നമ്മൾ 21-ാം നൂറ്റാണ്ടിലേക്ക് ആദ്യമായി മനുഷ്യർ പൊട്ടിവീണ ആദ്യ തലമുറ നമ്മളല്ല. നമുക്ക് 2 മൊബൈൽ ഫോണോ ഒരു ഇന്റർനെറ്റ് കണക്ഷനും കിട്ടിയപ്പോൾ നമ്മൾ തന്നെയാണ് ഉത്തരാധുനികർ എന്നത് നമ്മളുടെ വീമ്പ് പറച്ചിൽ മാത്രമാണ് അല്ലേ. ഒരു സാങ്കേതിക സൗകര്യവും ഇല്ലാത്ത കാലത്തുള്ള അത്ഭുത നിർമ്മിതികൾ, പിരമിഡൊക്കെ അല്ലേ, ഈജിപ്തിലെ പിരമിഡ്, പിസ ഇറ്റലിയിലെ പിസാ ഗോപുരം, ചൈനീസ് വൻമതിലൊക്കെ ഉണ്ടാക്കിയത് നമ്മുടെ സാങ്കേതിക വിദ്യ കൊണ്ടല്ല. അതൊക്കെ ഇതിന് മുമ്പ് എത്രയോ മുമ്പ് കഴിഞ്ഞു പോയതാ. ഹൽ മിൻ മഹീസ്. എന്നിട്ട് വല്ലതും രക്ഷയുണ്ടായോ? അവർക്ക് അതുകൊണ്ടൊന്നും നടന്നില്ലല്ലോ. എന്നിട്ടാണ് അള്ളാഹു ഇടക്ക് പറഞ്ഞത് ഖുലിഖൽ ഇൻസാനു ലഈഫ. എത്ര പോയാലും മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടതിന്റെ ദൗർബല്യവുമായിട്ടാണ്, കഴിവുകെട്ടവരായിട്ടാണ്, നിസ്സഹായരായിട്ടാണ്. ആ നിസ്സഹായതയുടെയും കഴിവുകേടിന്റെയും ദൗർബല്യത്തിന്റെയും മുകളിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അത് റഹ്മാനായ റബ്ബിന്റെ കൃപ കൊണ്ട് മാത്രമാകുന്നു. തടിമെടുക്കൊണ്ടോ ബലം കൊണ്ടോ ആയുധ ബലം കൊണ്ടോ ഭരണ നേതൃത്വം കൊണ്ടോ ഒന്നും നേടാനില്ല. അല്ലാഹു പറഞ്ഞതറിയോ, ഇന്ന ഫീ ദാലിക ലദിക്റാ. തീർച്ചയായും പൂർവചരിത്രത്തിൽ നിങ്ങൾക്കുണ്ട്, നമുക്ക് ഇത് ലദിക്റ, ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. ചില മുന്നറിയിപ്പുകളുണ്ട്, ചില താക്കീതുകളുണ്ട്, ചില ഉപദേശങ്ങളുണ്ട്. ഫദക്കിർ, ഓർമ്മപ്പെടുത്തുവീൻ അല്ലേ. ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഓർമ്മപ്പെടുത്തുക എന്നത് മുഅ്മിനീങ്ങൾക്ക് ഗുണകരമായ കാര്യമാകും. ഇന്ന ഫീ ദാലിക ലദിക്റ. ഈ ശിക്ഷാ സമ്പ്രദായങ്ങളും ഈ സർവനാശവും ഒക്കെ കാണുകയും കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും എന്ന് അല്ലാഹു പറഞ്ഞില്ല. പിന്നെ ആർക്കാന്നറിയോ? ലിമൻ കാന ലഹു ഖൽബുൻ. ലിമൻ കാന ലഹു ഖൽബുൻ, ബുദ്ധിയുള്ളവന് എന്നല്ല, ഹൃദയമുള്ളവന്. ഹൃദയമുള്ളവന് എന്ന് പറഞ്ഞാൽ കാണേണ്ടത് കാണാനും കേൾക്കേണ്ടത് കേൾക്കാനും ചിന്തിക്കേണ്ടത് ചിന്തിക്കാനും കഴിയുന്നവന് എന്ന അർത്ഥം. അവന് അതിൽ ചില ഗുണപാഠങ്ങളുണ്ട്. കുന്നു കുലുങ്ങിയാലും കുഞ്ഞാത്ത് കുലുങ്ങൂല എന്ന അവസ്ഥയുള്ളവർക്ക് അവരെത്ര വലിയ ബുദ്ധിമാന്മാരായാലും ഇതിലൊന്നൊരു ഗുണപാഠവും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇടക്കിടക്ക് പറയുന്നത്, പണ്ടത്തെ ഓലപ്പര പൊളിഞ്ഞാടിയാൽ അവിടെ ഇവിടേക്ക് ഒരു പോറലേൽക്കുക, കമ്പനി പെയിന്റ് ഒന്ന് ഇളകുക എന്നല്ലാതെ വേറെ വലിയ ബുദ്ധിമുട്ടൊന്നും അതുകൊണ്ട് ഉണ്ടാവില്ലായിരുന്നു ഇതിന്റെ അടിയിൽ കിടന്നുറങ്ങണ ആർക്കും. പക്ഷെ ഇപ്പോ ഇതെങ്ങാനും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ അല്ലേ, ഇതെങ്ങാനും നമ്മുടെ വീടിന്റെ മേൽക്കൂര എങ്ങാനും ഇടിഞ്ഞാൽ പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതൊരു പരസ്യവാക്കാവില്ല. അപ്പോ നമ്മളാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്. വലിയ അപകടത്തിന് താഴെയാണ് നമ്മുടെ ജീവിതം. ലിമൻ കാന ലഹു ഖൽബുൻ, അതാണ് ചിന്താശേഷി, അതാണ് നേർക്ക് നേരെയുള്ള ബുദ്ധി.
ഇതെല്ലാം മഹത്തായ നിഅമത്തുകളാണ്. ഒപ്പം ഇവയെല്ലാം അതിഭീകരങ്ങളായ അപകട സാധ്യതകൾ കൂടിയാണ്. അല്ലെങ്കിൽ ലിമൻ കാന ലഹു കൽബുൻ ഔ അൽഖസമഅ, ചെവി കൊടുക്കാൻ തയ്യാറുള്ളവർക്ക്, സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ ചെവി കൊടുക്കാൻ തയ്യാറുള്ളവർക്ക്. അങ്ങനെ ചെവി കൊടുക്കുമ്പോൾ എന്താകും? വഹുവ ഷഹീദ്, ഇക്കാര്യങ്ങൾ കണ്ടതും കേട്ടതും പോലെ ഒരു സാക്ഷിയായ അനുഭവം അവർക്കുണ്ടാകും. അധികമൊന്നും ഉണ്ടല്ലോ. 4 ദിവസം മുമ്പ് ചൂരൽമലയിൽ നിന്ന് കിട്ടിയ ഒരു ഡെഡ് ബോഡി, അതിനെക്കുറിച്ച് ഞാൻ കണ്ടില്ല, പറയുന്നത് കേട്ടത്. വീട്ടിൽ സ്വന്തം കസേരയിൽ ഇരിക്കുന്ന രൂപത്തിൽ തന്നെയായിരുന്നു 1 മാസം കഴിഞ്ഞപ്പോൾ കിട്ടിയിരുന്ന. കസേരയിൽ ഇരിക്കുന്ന രൂപത്തിൽ തന്നെയായിരുന്നു. ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖസമഅ വഹുവ ഷഹീദ്. മൂസാ നബി അലൈഹി സ്വലാം സുജൂദിൽ വീണാണ്, സുജൂദിലാണ് മൂസാ നബി മരണപ്പെട്ടത് എന്ന് കേൾക്കാം. അപ്പൊ അള്ളാഹുവിന് ആത്മാക്കളെ പിടിച്ചെടുക്കാൻ അങ്ങനെയും കഴിയും, ഇങ്ങനെയും കഴിയും അല്ലേ? നമ്മളെങ്ങനെ പോകണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളും കൂടിയാണ്. നമ്മൾ ഏതവസ്ഥയിൽ മരണപ്പെടാൻ ആഗ്രഹിക്കണം എന്നത് നമ്മളുടെ ചിന്തയാണ്. അതുകൊണ്ടാണ് തവഫനി മുസ്ലിമൻ എന്ന് പ്രാർത്ഥിക്കാൻ കാരണം. പഠിച്ചോനെ മുസ്ലിമായി മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം, അത് ഈ വിധി കൂട്ടി തരണേ എന്നാണ് ആ പ്രാർത്ഥന അല്ലേ? എൻ്റെ ആഗ്രഹം മുസ്ലിമായി മരിക്കണം എന്നാ. നമ്മൾ മറ്റൊരാളോട് പറയാൻ, ഒരു രോഗിയെ കാണാൻ പോയാൽ എന്താ പറയാ? ഈമാനോടെ മരിക്കാൻ പ്രാർത്ഥിക്കണം കേട്ടോ എന്നല്ലേ അല്ലേ? അപ്പൊ ആ രോഗിയുടെ ആവശ്യത്തിന് ആഗ്രഹം എന്താ? ഈമാനോടുകൂടി മരിക്കുക എന്നതാണ്. അല്ല, നമ്മൾ ആ ആഗ്രഹം എന്താ? അങ്ങനത്തെ ഒരു കാര്യത്തെ കുറിച്ച് വല്ലതും ആലോചിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. മരിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ ഇപ്പോഴും ആലോചിച്ചില്ല. നമ്മൾ നാളേക്ക് രാവിലത്തെ ചായക്ക് ഭക്ഷണത്തിന് കൂട്ടാൻ എന്താണ് ആലോചിക്കുന്നത് അല്ലേ? ഇന്ന് രാത്രി പോയിട്ട് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം എന്താണ് ആലോചിച്ചിട്ടുണ്ട്. നാളെ രാവിലെ എവിടെയൊക്കെ പോകണം എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നേരം വെളുത്താനും വീട്ടിൽ തന്നെ എഴുന്നേറ്റ് വരാമെന്ന ആ പൂതിയാണുള്ളത്, ആഗ്രഹം. മരണമാവട്ടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ കൂടുതൽ അടുത്ത് നിൽക്കുകയും ചെയ്യുന്നു. ഒരു കാലം വരും, അന്ന് 5 കാര്യങ്ങൾ ആളുകൾ ഇഷ്ടപ്പെടും, 5 കാര്യങ്ങൾ അവർ മറക്കും. ആ മറക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് യുഹിബ്ബൂനൽ മൗത്ത് യുഹിബ്ബൂനൽ ഹയാത്ത, ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അവർ. വയൻസൗനൽ മമാത്ത, മരിക്കണം എന്നത് മറന്ന് ജീവിക്കുന്നവരാണ് അവർ. മുസൽമാൻ മരിക്കാൻ വേണ്ടി ജീവിക്കുന്നവർ, അല്ലാത്തവർ ജീവിക്കാൻ വേണ്ടി മരിക്കാനും തയ്യാറുള്ളവർ. ഓനെ ഞാൻ 2 പൊട്ടിച്ചിട്ട് എടുക്കുള്ളൂ, മരിച്ചാലും വേണ്ടിയില്ല എന്ന് പറയില്ലേ അല്ലേ? ഞാനത് വാങ്ങിയെടുത്തിട്ട് നിൽക്കുള്ളൂ, അതിന് ഇപ്പം മരിച്ചാലും വേണ്ടിയില്ല. മരിക്കാനല്ല, ജീവിക്കാൻ വേണ്ടി മരിക്കാൻ തയ്യാറുള്ളവരല്ല. നമ്മളെന്താണ്? മരിക്കാൻ വേണ്ടി ജീവിക്കാൻ തയ്യാറാവേണ്ടവരാണ്. രണ്ടാണ് അല്ലേ? മരിക്കാൻ വേണ്ടി ജീവിക്കുമ്പോ ഇപ്പൊ മഗ്‌രിബ് നിസ്കരിച്ച് ഇനിയിപ്പോ ഇശാക്ക് ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടാവില്ല, ഉറപ്പില്ല. അങ്ങനെ ഉറപ്പില്ലാത്തടത്തോളം കാലം കിട്ടുന്ന സമയം, ഞാൻ വെറുതെ സാധാരണ പറയുന്ന സംഭവം. പിന്നെ ഞാനൊരു മദ്രസ പരിശോധിക്കാൻ ചെല്ലുമ്പോൾ 7ാം ക്ലാസ്സിലെ കുട്ടികൾ ഇരുന്ന് മെനക്കെട്ട് പഠിക്കാണ് സൂറത്തുൽ മുൽക്ക്. അപ്പൊ ഞാൻ വെറുതെ അവരോട് ചോദിച്ച്, നിങ്ങളെന്തിനാണ് പഠിക്കുന്നത്? അപ്പൊ അവര് പറഞ്ഞു, ഇത് പഠിക്കണം. എന്തിന്?
പരീക്ഷയ്ക്ക് വരും. അതിനെന്താന്ന് വെച്ചാൽ ഇതും പഠിക്കണതിന്റെ അർത്ഥവും പഠിക്കണത് കാണാതെ പഠിക്കണം. ശരി. പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ മക്കൾ ഇത് പഠിക്കണത്? അപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറും എന്തുത്തരായാലും പറയാന്നറിയാതെ കുടുങ്ങിയിരിക്കും. അപ്പൊ ഞാൻ ബോർഡുമേ ഇന്നഹാ മുൻജിയത്തുൻ, ഇന്നഹാ മുസ്വിഅത്തുൻ, ഇന്നഹാ നൂറുൻ ഫിൽ ഖബർ എന്ന് എഴുതിയിട്ട് അറബിയിൽ. അപ്പൊ കുട്ടികള്, ഞാൻ അതിന്റെ അർത്ഥം അങ്ങനെ പറഞ്ഞപ്പോഴേ കുട്ടികളങ്ങനെ കണ്ണു തുറപ്പിച്ചിരുന്നത്. അപ്പൊ ഒരാൾ ചോദിച്ച്, സർ എപ്പോഴാ ഓതണ്ട്? റെഡിയായി. എപ്പോഴാ ഓതണ്ട്? മരുവിന് നിശായിനിടയിൽ. അതിന്റെ വല്യമ്മ ഓതലുണ്ടെന്ന് ഒരാൾ. വല്യമ്മക്ക് ഓതണ്ട്. വല്യമ്മ സ്കൂളിൽ പോയിട്ടില്ല, വല്യമ്മ മദ്രസിലും പോയില്ല. ഉമ്മച്ചി ഓതലുണ്ടോന്ന് നോക്കട്ടെ എന്നാണ്. നിങ്ങളോ? ഞങ്ങൾ ഓതലില്ല. ഇതിൽ വിവരം കൂടിയ ആളാരാ? വല്യമ്മച്ചിയാണോ അതോ ഈ 7ാം ക്ലാസ് എത്തിയാണോ? വിവരം കൂടി വരുമ്പോ എന്താ പോയത്? മരിക്കാനുള്ള തയ്യാറെടുപ്പാ പോയത് അല്ലേ? നിശാമാരുവിന്റെ ഇടയിൽ സൂറത്ത് മുൽക്ക് പാരായണം ചെയ്താൽ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടതാ. അത് നമ്മുടെ പരലോകത്തെ രക്ഷയ്ക്ക് ഉപകരിക്കും. അത് നമുക്ക് വേണ്ടി അനുകൂലമായി ശുപാർശ പറയും. ഖബറിൽ ശിക്ഷയുണ്ടാവില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാ. ഓതിയാൽ ഇത് കാണാതെ പഠിച്ച് ജീവിതത്തിൽ പാലിക്കുക. ഇവിടുത്തെ കാരണന്മാര് മിക്കവാറും അത് ചെയ്യുന്നുണ്ടാവും. ചിലരൊക്കെ പള്ളിയുടെ താഴെ ഇരുന്നിട്ട് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഓതുന്നത് ഞാൻ കാണാറും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന ഫീ ദാലിക ലദിക്റ, അതിൽ ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട്. കഴിഞ്ഞ തലമുറയുടെ സർവനാശത്തിൽ ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട്. എന്താണ് അതിലുള്ളത്? തൗഹീദും അമലു സ്വാലിഹാത്തുകളും ശുദ്ധമായ ഈമാനും ഉള്ളവർക്ക് മാത്രമാണ് രക്ഷപ്പെടാൻ സാധിക്കുക എന്ന് ഓർമ്മപ്പെടുത്തൽ അതിലുണ്ട്. ഒരു സർവനാശം സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ചരിത്രം മുഴുവനും പരിശോധിച്ചാൽ കാണുന്നത് അംബിയാഹിനെയും അവരുടെ ആ യഥാർത്ഥ അനുയായികളെയും മാത്രമാണ് രക്ഷപ്പെടുത്തിയത് എന്നാണ്. ഇനി ആ സർവനാശത്തിൽപ്പെട്ട് മരണപ്പെടുകയാണെങ്കിൽ തന്നെ അവരുടെ പരലോകം സ്വർഗീയമായിരിക്കും എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വത്തഖൂ ഫിത്നത്തൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൻഫാൽ നമ്മളെ പഠിപ്പിക്കുന്നു. പൊതുവായി വരുന്ന പരീക്ഷണങ്ങൾ ഉണ്ടാകും, പൊതുവായി ബാധിക്കുന്ന ആപത്തുകൾ ഉണ്ടാകും, അപകടങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ശ്രദ്ധിക്കണം. അതിലെല്ലാവരും പെടും എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാവരും പെടും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഈമാൻ ഉറപ്പിക്കണം, തഖ്വ ഉറപ്പിക്കണം, തൗഹീദ് ഉറപ്പിക്കണം, അമലു സ്വാലിഹാത്തുകൾ ഉറപ്പിക്കണം. അങ്ങനെയല്ലേ ഒരു ഭൂകമ്പമായി, ഒരു അട്ടഹാസമായി, ഒരു പ്രളയമായി, ഒരു കൊടുങ്കാറ്റായിട്ടൊക്കെയാണ് മുൻ സമുദായങ്ങൾക്ക് മേൽ ശിക്ഷ പെയ്തിറങ്ങിയത് അല്ലേ? അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയായിനെയും അവരുടെ ഇഷ്ടപ്പെട്ട അവരുടെ യഥാർത്ഥ അനുയായികളെയും അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ലൂത്ത് നബിയുടെ വീട്ടിൽ വന്നിട്ട് ശിക്ഷയുമായി വന്ന മലക്കുകൾ ലൂത്ത് നബിയോട് പറയുന്നുണ്ട്, ഫസ്രി ബി അഹ്ലിക ബി ഖിതാൻ മിനൽ ലൈലി വലാ യൽതഫിത് മിൻകും അഹദ അലൈസ സുബ്ഹു ബിഖരീബ്. ലൂത്തേ, താങ്കളും താങ്കളുടെ കൂടെ വിശ്വാസികളായ ആ വിരലിലെണ്ണാവുന്ന ആളുകളും നേരം വെളുക്കുന്നതിന് മുമ്പ് നാട് വിട്ടുകൊള്ളണം, തിരിഞ്ഞു നോക്കാതെ ഓടിക്കൊള്ളണം. നേരം വെളുക്കാറായിരിക്കുന്നു. നേരം വെളുത്താൽ ഈ സമുദായം തകർക്കപ്പെടും, ഈ സമുദായം തകർക്കപ്പെടും, ഈ രാജ്യം തകർക്കപ്പെടും. രക്ഷപ്പെടാൻ ആവശ്യപ്പെട്ടത് ആരോടാണ്? ഫസ്രി ബി അഹ്ലിക ബി ഖിതാൻ മിനൽ ലൈൽ. ലൂത്തേ,
താങ്കളും താങ്കളുടെ ആളുകളും രക്ഷപ്പെട്ടുകൊള്ളുക. താങ്കളുടെ ഭാര്യ രക്ഷപ്പെടാൻ ശ്രമിക്കും. ഇന്നഹാ മുസീബുഹാ മാ അസാബഹും, പക്ഷെ അവൾ രക്ഷപ്പെടുകയില്ല. മുഅ്മിനീങ്ങൾ പഠിച്ചു വെക്കേണ്ട കുറെ കാര്യങ്ങളാണ്. സ്വാലിഹ് അലൈഹി ഇസ്ലാമിന്റെ സമുദായത്തിന് മേൽ ശിക്ഷ ഇറങ്ങിയപ്പോ അദ്ദേഹം ആ ശിക്ഷക്ക് 3 ദിവസം മുമ്പ് പറഞ്ഞു, 3 പകലുകൾ രാത്രികൾ കൂടിയാണ് ഇനി നിങ്ങൾക്ക് അവധിയുള്ളത്. 3 രാവും 3 പകലുകളുമാണ് നിങ്ങൾക്കിനി അവധിയുള്ളത്. 3-ാമത്തെ പകൽ രാത്രി നേരം വെളുത്തു കഴിഞ്ഞാൽ ഫിനിഷായി പോകുന്നു. നല്ല പുച്ഛത്തോടെയാണ് ആ ജനം അത് കേട്ടത്. സ്വാലിഹ് നബിയും ആളുകളും രക്ഷപ്പെട്ടു പോയി. കൊടിയ ശിക്ഷ അരങ്ങേറിയ ആ നാട്ടിലേക്ക് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് താക്കീത് ചെയ്തിരുന്നു, മുന്നറിയിപ്പ് തന്നിരുന്നു, നിങ്ങൾ കേട്ടില്ല. ഫകൈഫ ആസാ അലാ ഖൗമിൻ കാഫിരീൻ, ഒരു നന്ദികെട്ട സത്യനിഷേധികളുടെ അവർക്ക് വന്ന അത്യാപത്തിന്റെ പേരിൽ ഒരു സങ്കടപ്പെടാൻ പോലും നിവൃത്തിയില്ല എന്ന്. ഇന്ന ഫീ ദാലിക ലദിക്റാ, അല്ലേ? ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖ സമഅ വഹുവ ഷഹീദ്. കാര്യങ്ങൾ നേരാംവണ്ണം കേൾക്കാനും കാണാനും പഠിക്കാനും ചിന്തിക്കാനും തയ്യാറായാൽ ഇതെല്ലാം നേർസാക്ഷിയായതുപോലെയുള്ള അനുഭവം ഉണ്ടാകും. അല്ലേ? നിങ്ങൾ വെറുതെ ഒന്ന് മനസ്സിൽ കണ്ടൊന്ന് കണ്ണടച്ച് മനസ്സിൽ കണ്ടു നോക്കാണി. ആർത്തിരമ്പുന്ന ചെങ്കടലിൽ ആയിരക്കണക്കിന് മനുഷ്യരിങ്ങനെ മുങ്ങി നട്ട മുങ്ങിപ്പൊങ്ങി അല്ലറി വിളിക്കുന്നത് ഇങ്ങനെ കേൾക്കാം. അല്ലേ? അത് നമ്മുടെ ചെവിയിലും കണ്ണിന് മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കും. ഫറോവയുടെ ആയിരക്കണക്കായ സൈന്യവും ഫറോവയുടെ സിങ്കിടികളായ കോപ്റ്റിക് വംശജരും ചെങ്കടലിൽ ഇങ്ങനെ മുങ്ങുന്നു, പൊങ്ങുന്നു, നിലവിളിക്കുന്നു. ഓരോന്നായി ചത്തൊടുങ്ങുന്നു. അവസാനം റബ്ബാണ് ഞാൻ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ പോലും പറയുന്നത് കണ്ണടച്ചോക്കാടി കേൾക്കണില്ലേ എന്ന്. എന്ന് നിലവിളിക്കുന്നത് ഇങ്ങനെ കണ്ണിൽ കാണാം. അവിടെ വരുന്ന മറുപടി നോക്ക്, ആൽ ആൻ, ഇപ്പോഴേ നേരം കിട്ടിയുള്ളൂ ഇല്ലേ എന്ന തിരിച്ചു ചോദ്യവും നമുക്കിങ്ങനെ കേൾക്കാം. അവൽ തസമഅ, ചെവി കൂർപ്പിച്ച് പിടിച്ചാൽ വഹുവ ഷഹീദ്, അത് നേർക്ക് നേരെ കാണുന്ന കേൾക്കുന്ന അനുഭവം ഉണ്ടാകും. അപ്പോഴാണ് മാറുക, മടങ്ങുക. നേരത്തെ കഴിഞ്ഞ ആഴ്ചത്തെ ആയത്ത് നോക്കാണ്. എന്താണ്? ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീള് മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി വജാഅ ബിഖൽബിൻ മുനീബ്. വിനയത്തോടെ ഭയപ്പാടോടെ അള്ളാഹുവിലേക്ക് മടങ്ങാൻ, പരസ്യഭാവങ്ങളെ പോലെ രഹസ്യഭാവങ്ങളിലും അള്ളാഹുവിനെ ഭയപ്പെടാൻ ആർക്ക് കഴിയുന്നുവോ അവർക്കാണ് ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖ സമഅ വഹുവ ഷഹീദ്. അപ്പൊ അതൊരു വലിയ ഗുണപാഠമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞില്ലേ, നീ താങ്കൾ പറഞ്ഞാൽ മതി, ഫദക്കിർ ഇന്നമാ അന്ത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത് കേൾക്കാൻ തയ്യാറില്ല നബിയെ അങ്ങയുടെ സമുദായമെങ്കിൽ അങ്ങ് വിട്ടേക്ക്. പിന്നെ അവരുടെ കാര്യത്തിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, അവർ പോകട്ടെ. ഇലൈനാ ഇയാബഹും, അവര് എൻ്റെ അടുത്തേക്ക് തന്നെയാണ് വരിക. തുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. എന്താ ഇതിന്റെ അർത്ഥം? പിന്നെ ഞാൻ നോക്കിക്കോളാന്നല്ലേ അതിന്റെ അർത്ഥം. ആ ആയത്ത് പാരായണം ചെയ്താൽ പാരായണം ചെയ്യുന്നവരും കേൾക്കുന്നവരും അല്ലാഹുമ്മ യസ്സിർലി ഹിസാബി വഗ്ഫിർലി വർഹംനി എന്ന് പ്രാർത്ഥിക്കണം. ഇമാമാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ അല്ലാഹുമ്മ യസ്സിർ ലനാ ഹിസാബനാ വഗ്ഫിർ ലനാ വർഹംനാ എന്ന് പ്രാർത്ഥിക്കണം. നമ്മളാണെങ്കിലോ അല്ലാഹുമ്മ യസ്സിർലി ഹിസാബി, പടച്ചവനെ എന്റെ ഹിസാബ് വിചാരണ എനിക്ക് ലളിതമാക്കി തരണമേ. വഗ്ഫിർലി, മാപ്പാക്കണേ റബ്ബേ.
വർഹംനി, കരുണ കാണിക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കണം. ഇന്ന ഇലൈനാ ഇയാബഹും തുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, ഞാൻ നോക്കിക്കോളാം എന്ന ആ വാക്കിൽ അതൊരു താക്കീതാണ്, അതൊരു ഭീഷണിയാണ്. അത് നമ്മെ തിരിച്ചു നടത്താൻ പര്യാപ്തമായ മുന്നറിയിപ്പാണ് അല്ലേ. ഇമാമ് സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാവതല്ല നമസ്കാരത്തിൽ, മഅ്മൂമീങ്ങൾക്ക് വേണ്ടി കൂടിയുള്ളതാവണം ഇമാമിന്റെ പ്രാർത്ഥന എന്നതാണ് അഹ്ലു സുന്നത്തിന്റെ നിലപാട്. അതുകൊണ്ടാണ് ഇമാമാണെങ്കിൽ അല്ലാഹുമ്മ യസ്സിർ ലനാ ഹിസാബനാ വഗ്ഫിർ ലനാ വർഹംന എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. മഅ്മൂമുകളാണെങ്കിൽ സ്വന്തത്തിനു വേണ്ടിയും അല്ലാഹുമ്മ യസ്സിർ ലീ ഹിസാബി വഗ്ഫിർ ലീ വർഹംനി ആവർത്തിച്ച് പറയുന്നത് ഇത് ഓർമ്മയിൽ ഇല്ലാത്ത ആളുകൾ അത് നിലനിർത്താൻ വേണ്ടിയാണ്. അത് പഠിച്ചു വെക്കുക, ഓർത്ത് വെക്കുക. ആ പ്രാർത്ഥന നമ്മുടെ ഈ സംസാരത്തിന്റെ ടൈറ്റിലായിട്ട് ഒന്ന് കൊടുക്കുകകൂടി ചെയ്താൽ കേൾക്കുന്ന ആളുകൾക്ക് അത് ഓർമ്മയിൽ ഉണ്ടാകും. അള്ളാഹു അങ്ങനെയുള്ള നല്ലവരായ ആളുകളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖ സമഅ വഹുവ ഷഹീദ്. ഇവിടെയാണ് സൂറത്ത് അഅറാഫിലെ ആ മഹത്തായ വചനമുള്ളത്. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ ഹൃദയം എന്നല്ല അല്ലേ, ബുദ്ധി എന്നല്ല അർത്ഥം. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, നരകത്തിനു ഭാഗമായി ജീവിക്കുന്ന കുറെ മനുഷ്യരുണ്ട്, കുറെ ജിന്നുകളുമുണ്ട്. എന്താ അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയമില്ലാഞ്ഞിട്ടല്ല, ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ട് അവരൊന്നും കാര്യമായിട്ട് ആലോചിച്ച് ചിന്തിച്ച് പഠിക്കുകയില്ല. വലഹും അഅ്യുനുൻ ലാ യുസിറൂന ബിഹാ, അവർക്ക് കണ്ണില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവര് വേണ്ടതൊന്നും കാണാൻ ശ്രമിക്കൂല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, കാഴ്ച കേൾവിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ വേണ്ടതൊന്നും കേൾക്കാൻ അവർക്ക് ഒഴിവുണ്ടാവില്ല, അതവർ വിഷയാക്കൂല. ഉലായിക കൽ അൻആം, മൃഗങ്ങളാണെന്ന് പറയാമോ? ബൽഹും അദല്ല്, അതിനേക്കാൾ മോശമാണ്. ഉലായിക ഹുമുൽ ഗാഫിലൂൻ, അലസരാണവർ, അശ്രദ്ധരാണവർ, കാഫിറുകളാണവർ, മുശ്രിക്കുകളാണവർ എന്ന് പറഞ്ഞില്ല അല്ലേ. അവർ കാഫിറുകളാണ്, മുശ്രിക്കുകളാണ്, ബുദ്ധിയില്ലാത്തവരാണ്, പൊട്ടന്മാരാണ്, ബുദ്ധികളാണെന്നൊന്നും പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? അവർ അലസരാകുന്നു. അത് നമ്മളെ കുറിച്ചാണോ എന്ന് ആലോചിച്ചാൽ അത് നമ്മളെ കുറിച്ചാണ്. ഫമാ അഗ്നാ അൻഹും സമഉഹും വലാ അബ്സാറുഹും വലാ അഫ്ഇദത്തുഹും മിൻ ശൈഇൻ ഇദ് കാനൂ യജ്ഹദൂന ബിആയാത്തില്ലാഹി വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊന. നിങ്ങൾക്ക് നൽകിയ നിഅമത്തുകളൊക്കെയും നാം നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നൽകിയിരുന്നു. നിങ്ങളെപ്പോലെ കണ്ണും കാതും ബുദ്ധിശക്തിയും അവർക്ക് നൽകിയിരുന്നു. പക്ഷെ ഫമാ അഗ്നാ അൻഹും സമഉഹും വലാ അബ്സാറുഹും വലാ അഫ്ഇദത്തുഹും, കാഴ്ചയോ കേൾവിയോ ബുദ്ധിശക്തിയോ അവർക്ക് ഉപയോഗപ്പെട്ടില്ല. ദുനിയാവിലല്ല, പരലോകത്ത്. എന്താ കാരണം? ഇത് കാനൂ യജ്ഹദൂന ബിആയാത്തില്ല, റബ്ബിന്റെ നിയമങ്ങളോ നിഷേധിച്ചു, ധിക്കരിച്ചു അവർ. അതാ പറ്റിയത്. ഇപ്പൊ എന്തായി? അവരെ പരലോകത്തെ അനുഭവം എന്താ പറയാ? വഹാഖ ബിഹിം, ഇപ്പോൾ ഇതാ അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് അട്ടഹസിക്കുകയാണ്. എന്ത് മാക്കാനൂ ബിഹി യസ്തഹ്സിഊൻ, എന്തിനെയൊക്കെയാണോ ദുനിയാവിൽ പരിഹസിച്ചിരുന്നത്, ആ പരിഹസിക്കപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് ആർത്ത് ചിരിക്കുകയാണ്. നിങ്ങൾക്കത് പാഠമാകണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വലഖദ് ഖലഖന സമാവാതി വൽ അർള, ആകാശഭൂമികളെ നാമാണ് പടച്ചത്. വമാ ബൈനഹുമാ, അവക്കിടയിലുള്ള സകലമാന ചരാചരങ്ങളെയും നാമാണ് പടച്ചത്. ഫീ സിത്തത്തി അയ്യാമിൻ, 6 ഘട്ടങ്ങളിലായി. യൗം എന്നതിന് ഘട്ടം എന്നും അവസ്ഥ എന്നും ദിവസം എന്നും അർത്ഥമുണ്ട്. സൂര്യചന്ദ്ര നക്ഷത്രാദികൾ സൃഷ്ടിക്കപ്പെടുന്നതിനു മുമ്പ്
എങ്ങനെയാണ് നമുക്ക് ദിവസം കണക്കാക്കാൻ കഴിയില്ല. അപ്പൊ അള്ളാഹു ആകാശത്തെ സംവിധാനിച്ചത് 2 ദിവസം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അവിടെ സൂര്യനില്ല, ചന്ദ്രനില്ല. അവിടെ ഉപയോഗിക്കുന്നത് യൗം എന്നതിന് അർത്ഥം എന്താ? 2 ഘട്ടങ്ങളിലായിട്ടാണ് എന്നാണ് പണ്ഡിതാഭിപ്രായം ഭൂരിപക്ഷമുള്ളത്. അപ്പൊ 6 ഘട്ടങ്ങളിലായിട്ടാണ്, 6 ദിവസങ്ങളിലായിട്ടാണെന്ന് പറഞ്ഞോളൂ. ഒരു ദിവസം ഒരു ഘട്ടമായിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ ഒരു ചോദ്യം വരാനിടയുള്ളതാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം. സൂര്യചന്ദ്രന്മാർ സൃഷ്ടിക്കപ്പെടാതെ എങ്ങനെയാണ് ദിവസം കണക്കാക്കുക എന്നതിന് ശരിയായ ഉത്തരം, മക്കളെ, യൗം എന്നതിന് ദിവസം എന്ന് മാത്രമല്ല അർത്ഥം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായാൽ മാത്രം മതി. അപ്പൊ നമ്മളൊക്കെ പറയും ലറബൽ മുഅല്ലിമു വലദഹു ബിൽ അസ എന്ന് പറഞ്ഞാൽ അധ്യാപകൻ തന്റെ വിദ്യാർത്ഥിയെ വടികൊണ്ട് ലറബ അടിച്ചു നാം. ലറബലന മസലൻ എന്ന് പറഞ്ഞാലോ നാം ഒരു ഉദാഹരണം അടിച്ചു എന്ന അല്ലല്ലോ, വിവരിച്ചു എന്നല്ലേ അല്ലേ? വദരിബിലഹും മസലൻ അസ്ഹാബൽ ഖറിയ എന്ന് പറഞ്ഞാലോ അവർക്ക് വിവരിച്ചു കൊടുക്ക് എന്നാണ്. അപ്പൊ ലറബക്ക് എന്തല്ല, അടിച്ചു എന്ന് മാത്രമല്ല, പോയി എന്നർത്ഥമുണ്ട്, കടന്നുപോയി എന്നർത്ഥമുണ്ട്, കണ്ടു തീർന്നു എന്നർത്ഥമുണ്ട്, അങ്ങനെ ഉദാഹരിച്ചു വിവരിച്ചു എന്നർത്ഥമുണ്ട്. ഇപ്പോ അറബി ഭാഷ 1.25 കോടിയോളം പദസമ്പത്തുള്ള ലോകത്തെ അത്ഭുതമായ ഭാഷയാണ്. ഒരേ ഒരു ഭാഷ, 1.25 കോടിയിലേറെ പദസമ്പത്തുള്ള ഭാഷ. നമ്മള് അതിലൊരു 10ഓ 50ഓ പദേ സത്യത്തിൽ എനിക്കറിയുള്ളൂ, ഉള്ളതാണ് പറയാറ്. നിങ്ങൾക്ക് അത്ര അറിയാത്തതുകൊണ്ട് ഞാൻ വലിയ മഹാനായിരിക്കുന്നു എന്ന് മാത്രം. മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞില്ലേ? അനന്തമജ്ഞാനം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് തിരിയുന്ന മർത്യൻ കഥയെന്തു കണ്ടു എന്ന് പറഞ്ഞതുപോലെ 1.25 കോടി, 1,23,412 പദങ്ങളുണ്ട് അറബി ഭാഷയിൽ. ഇത് 10 കൊല്ലം മുമ്പ് എന്നെ കണ്ടെത്തിയതാണ്, എഴുതി വെച്ചതാണ്. അതിനുശേഷം വന്ന പുതിയ കാല ഉപകരണങ്ങളൊക്കെയും അതിൻ്റെയും പുറത്താണുള്ളത്. ഈ ഭാഷയിലെ ഒരു പദത്തെ നമുക്കറിയാവുന്ന ഒരു കേവലമായ അർത്ഥം കൊണ്ട് അതിലെ എല്ലാ പദങ്ങളെയും എല്ലാ ആശയങ്ങളെയും നമ്മുടെ നാവിലേക്ക് ഒതുക്കിയെടുത്ത് വിവരിക്കുക എന്നത് ഏറ്റവും ചുരുക്കം പറഞ്ഞാൽ അല്പത്തരമാണ്. അത് പരിശുദ്ധ ഖുർആനിന്റെ പദങ്ങൾ കൂടിയാകുമ്പോൾ അല്ലേ? അങ്ങനെയല്ലേ? വലുവന്ന മാഫിൽ അർളി മിൻ ശജറത്തിൻ അഖ്ലാമുൻ വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബഅതു അബ്ഹരിൻ മാ നഫിദത് കലിമാത്തുല്ലാഹ്. അങ്ങനെയല്ലേ? ഈ ഭൂമിയിലുള്ള 7 മഹാസമുദ്രങ്ങളും സപ്തസാഗരങ്ങളും മഷിയാവുകയും ഈ ഭൂമിയിലുള്ള മുഴുവൻ മരങ്ങളും പേനകളാവുകയും ആ പേനകളെല്ലാം ഉപയോഗിച്ച് ഈ മഷിയിൽ മുക്കി അള്ളാഹുവിന്റെ കലിമകളെ വിശദീകരിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്താൽ ആ മഷിയും തീർന്നു പോകും, ഈ പേനകളും തീർന്നു പോകും. മറ്റൊരു 7 കടലുകൾ കൂടി നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നാൽ പോലും റബ്ബിന്റെ വാക്കുകൾക്ക് വിശദാംശങ്ങൾ എഴുതാൻ നിങ്ങൾ അശക്തരാണ് മനുഷ്യരെ, അവ തീർന്നു പോകും എന്ന് പറഞ്ഞ പരിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ ആശയങ്ങളെ ഒരു നിസ്സാരമായ നമുക്കറിയാവുന്ന ഒരു പദത്തിന്റെ അർത്ഥത്തിലേക്ക് ചുരുക്കി കൊണ്ടുവരിക എന്നത് ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും ആര് ചെയ്താലും അത് അബദ്ധമാണ്, ഭീമാബദ്ധമാണ്, അതിനുമപ്പുറം അത് അപകടമാണ്. അതുകൊണ്ട് ഈ ഇത്യാദി പദപ്രയോഗങ്ങളെല്ലാം നമ്മൾ ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യണം. നമ്മൾ ഇടക്കിടക്ക് പറയാറുള്ളൊരു സംഗതി ഏതാണ്? വിശുദ്ധ ഖുർആനിന് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം അറിവ് പ്രകാരം അർത്ഥകൽപ്പന നടത്താവതല്ല. എനിക്കറിയാം, ഭാഷ അറിയാം, ഈ പദത്തിന് ഇങ്ങനെ അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയാം. അള്ളാഹു ഉദ്ദേശിച്ച അർത്ഥം അതല്ല എങ്കിൽ എൻ്റെ ഭാഷാശേഷി കൊണ്ട് ഞാനതിന് നിരത്തുന്ന അർത്ഥം എന്നെ നരകത്തിലേക്ക് എത്തിക്കും എന്ന് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ ഖാല ഫിൽ ഖുർആനി ബിറഈഹി ഫല്യതബവ്വഅ മഖ്അദഹു മിനൻ നാർ. ഖുർആനിന് സ്വാഭീഷ്ടപ്രകാരം അഭിപ്രായം പറയുന്നവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു പോയി. വലൗ സഹ, അയാൾ പറഞ്ഞ ആ അർത്ഥം ഭാഷാപരമായി ശരിയാണെങ്കിൽ പോലും. അത് അവിടെയാണ് സ്വഹാബത്തിന്റെ വാക്കുകള്, നബി തിരുമേനിയുടെ വാക്കുകള്, മുൻകാല മുഫസ്സിറുകൾ കൊടുത്ത അർത്ഥങ്ങളെ കാണണം, പഠിക്കണം, മനസ്സിലാക്കണം. അതനുസരിച്ച് ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ തീരുമാനിക്കാവൂ എന്ന് നമ്മളെ ലോകത്തോട് മുസ്ലിം പണ്ഡിതന്മാർ എക്കാലവും പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ വിഷയമല്ല, നമ്മൾ അത് കൃത്യസമയത്ത് പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു പറയുന്നത് വലഖദ് ഖലഖന സമാവാതി വൽ-അർള വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാമിൻ. പ്രപഞ്ചം നാം സംവിധാനിച്ചത് 6 ഘട്ടങ്ങളിലായിട്ടാണ്, അതല്ലെങ്കിൽ 6 ദിവസങ്ങളിലായിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാനുള്ളത് എന്താ അറിയോ? വമാ മസ്സനാ മിൻ ലുഗൂബ്. ആ 6 ദിവസങ്ങളിലോ 6 ഘട്ടങ്ങളിലോ ആയി നടന്ന ഈ പ്രപഞ്ച സംവിധാനത്തിന്റെ പേരിൽ നമുക്കൊരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല. അത് നമ്മൾ പഠിച്ചേക്കേണ്ട ഒരു സംഭവമാണ്. നമുക്കതുകൊണ്ട് ക്ഷീണമൊന്നും. ലഗബ്, ലൈബല്ല. ലൈബ് എന്ന് പറഞ്ഞാൽ വിനോദം എന്നാണ്. ലഗബ്, നമ്മൾ ഇടക്കിടക്ക് ഈ ഭാഷയുടെ അക്ഷരങ്ങളെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അക്ഷരങ്ങളെ അതീവ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം അതാണ്. ലൈബ എന്നത് അപ്പോ ലൈബ എന്നാൽ കളിക്കുക, വിനോദിക്കുക, തമാശയാക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ലൈബയല്ല, ലഗബ, ലഗബ എന്നാണ്. ലഗബ യൽഗുബു എന്നവര, ലൈബ യൽഅബു എന്നല്ല. ആ അക്ഷരം വ്യത്യാസമുണ്ട് എന്നർത്ഥം. സാധാരണ നമ്മൾ പറഞ്ഞിരുന്നു, ഏറ്റവും പ്രയാസമുള്ള അക്ഷരങ്ങളിൽ ഒന്ന് അഴൈന്, അഗൈന്, അഗൈന്, ഈ 2 അക്ഷരങ്ങളാണ്. അത് പിന്നെ നമ്മൾ പറഞ്ഞോ, സ്വാദ് ത്വാദ് ത്വാ എന്നിങ്ങനെ നമുക്ക് സ്വാദ് ത്വാദ് എന്ന് നമുക്ക് പറഞ്ഞു പോകാം. അഴൈന് അഗൈന് പറയാൻ നല്ല പ്രയാസമാണ്. പ്രത്യേകിച്ച് അതിന് ശ്രദ്ധയോടെ വന്നാൽ ഫഅാലുൻ യുരീദ് എന്ന് പറയുന്ന പലപ്പോഴും ഫആലുൻ എന്നവര. അറായിത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദഉൽ യതീം എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് ലഗബ എന്നത്. അർത്ഥം മാറിപ്പോകും. ലഗബ യൽഗുബു എന്ന് പറഞ്ഞാൽ ക്ഷീണിക്കുക, തളരുക എന്നാണ് അർത്ഥം. അപ്പോൾ വമാ മസ്സനാ മിൻ ലുഗൂബ്, അറബി അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട സംഗതി മദ്ദുൽ മുത്തസിലിന് എത്ര നീളം വേണം, മുൻഫസിലിന് എത്ര നീളം വേണം, ഇഖ്ഫാ ഏത്, ഇഖ്ലാബ് ഏത്, ഇസ്തിഅല ഏത്, കൽക്കല ഏത്, മീമു സാക്കിന് എങ്ങനെ പറയണം, നൂറ് സാക്കിന് എങ്ങനെ പറയണം എന്നതൊക്കെ ഭാഷയിലെ തജ്വീദ് നിയമങ്ങളിലെ ഏറ്റവും പ്രധാനമുള്ള സംഗതിയാണെങ്കിലും ഇതൊക്കെയും വേണ്ടത് ഖുർആൻ പാരായണം ചെയ്യുമ്പോഴാണ്. അപ്പൊ ആദ്യം വേണ്ടത് പാരായണത്തിന് ഉപയോഗിച്ച ഭാഷ ശരിപ്പെടുക എന്നതാണ്. അപ്പൊ അക്ഷരങ്ങൾക്ക് പരമപ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഒന്നും വേണ്ട, വെറുതെ ഒരു ഉദാഹരണം പറയാം. കൽബ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയം എന്നാണല്ലോ. അത് കൽബാണെങ്കിലും പെട്ടെന്ന് മനസ്സിലാവണ സംഗതിയില്ലേ? ആ അക്ഷരാണ് മാറിപ്പോയാൽ, ആ ടോൺ ശബ്ദാണ് മാറിപ്പോയാൽ അർത്ഥം എന്തായി പോകും? നമ്മൾ വളരെയധികം അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് എന്ന് പറയുന്നത് തിരിച്ചു വായിച്ചാണ് നിങ്ങൾ ധൈര്യമുള്ളതെന്ന് പറഞ്ഞാണ്. യാ മുഖല്ലിബൽ ഖുലൂബ് എന്നത് ആ കാഫാണ് മാറിയാൽ എന്തായിപ്പോയി? അപകടമാണ്. ഈ മുക്കല്ലിബ് ഖുർആനിൽ വന്ന പ്രയോഗമാണ്. മുക്കല്ലിബ് എന്നതല്ല, മുക്കല്ലിബ് എന്നത് ഖുർആനിൽ വന്ന പ്രയോഗ. അർത്ഥം ഒന്ന് വായിക്കാൻ സൂറത്ത് അൽ-മാഇദയുടെ 2ാമത്തെ ആയത്തുകൾ പെരിയിൽ പോയിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ ഭാഷ, അറബി ഭാഷ കൃത്യമായി ശ്രദ്ധിച്ചു പോകേണ്ടത് സംഗതിയാണ് ഖുർആനുമായി ബന്ധപ്പെട്ടത്.
അള്ളാഹു കാത്തി രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ വലക്കത് ഖലഖന സമാവാതി വൽ-അർള വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാമിൻ. എന്നാൽ ഇത് ഉപയോഗിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അപ്പൊ ഞങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉപയോഗിക്കണില്ലേ? ഇത് പോവില്ല, ഉപയോഗിക്കാൻ കഴിയില്ല, ഉച്ചരിക്കാൻ കഴിയില്ല എന്ന ബേജാറ് നമുക്ക് ഉണ്ടാകുന്നിടത്താണ് പ്രശ്നങ്ങളുടെ തുടക്കം. വമാ മസ്സനാമിൽ ലൂബ്, ഒരു വിഷമവും നമുക്കുണ്ടായിട്ടില്ല. അതിന്റെ താല്പര്യം എന്താ അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയാം നിങ്ങൾ? ക്രൈസ്തവ വിശ്വാസ പ്രകാരം തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ അള്ളാഹു പ്രപഞ്ച സൃഷ്ടിപ്പിലായിരുന്നു. 7-ാം നാൾ ഞായറാഴ്ച അള്ളാഹു വിശ്രമിക്കാൻ ഉപയോഗിച്ച ദിവസമാണ്. അതുകൊണ്ട് അന്ന് നമുക്ക് വിശ്രമത്തിന്റെ ദിവസമാണ് എന്നതാണ് അവരുടെ ചിന്ത. അവരിൽ തന്നെ മറ്റൊരു വിഭാഗം ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ അള്ളാഹു ജോലിയിലായിരുന്നു. സാബത്ത് നാളിൽ അള്ളാഹു വിശ്രമത്തിന് ഉപയോഗിച്ചതാണ്. അതുകൊണ്ട് സാബത്ത് ആണ് സബത്തായി അറബിയിൽ വരുന്നത്. സബത്ത് ശനിയാഴ്ച വിശ്രമിക്കേണ്ട ദിവസമാകുന്നു എന്നാണ്. യഹൂദികളുടെ വിശ്വാസവും അങ്ങനെ തന്നെയാണ്. ഇവർക്കുള്ള മറുപടിയാണ് ഇത്. വമാ മസ്സനാ മിൻ ലൂബ്. സൂറത്ത് റഹ്മാനിക്ക് പോയതിട്ടും യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർള് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. ആകാശഭൂമികളിലുള്ളവരെല്ലാം അല്ലാഹു എങ്ങനെയുള്ളവനാണ്, എന്തെടുക്കുന്നു എന്ന് ചോദിക്കുന്നു. പറയുക കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, അവൻ എന്നും ഊർജ്ജസ്വലനാണ്, പ്രവർത്തന നിരതനാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. ഇത് മറുപടിയാണ്. അതോടുകൂടിയാണ് ഞാൻ പറഞ്ഞത് ഖുർആൻ സ്വാഭീഷ്ടപ്രകാരം അർത്ഥം പറയാവതല്ല. അതിന്റെ പിന്നിൽ ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളും അത് പലർക്കുമുള്ള മറുപടിയും അവതരണത്തിലുള്ള ഹേതുവും കാരണങ്ങളും ഉണ്ടാകും. ഇത് മനസ്സിലാക്കി വെച്ചതിന് ശേഷമേ ഇതുമായി ബന്ധപ്പെട്ട അർത്ഥതലങ്ങളിലേക്ക് കടന്നു പോകാവൂ. അതുകൊണ്ടാണ് തഫ്സീറുകൾ വായിക്കണം എന്ന് പറയുന്നത്. തർജ്ജമ മാത്രം പോരാ, തഫ്സീറുകൾ വായിക്കണം, അല്ലെങ്കിൽ ഇത് അറിവുള്ളവരിൽ നിന്ന് കേൾക്കണം, അവരോട് ചോദിച്ചു പഠിക്കണം എന്ന് പറയുന്നത്. അതല്ലാണ്ട് ഞങ്ങൾക്ക് മാത്രമേ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റൂ എന്ന പഴയകാല സമസ്തയുടെ ചിന്തയല്ല ഇതിന്റെ പിന്നിലുള്ളത്. ഇത് നമ്മുടെ സൂക്ഷ്മതക്ക് സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. അപ്പൊ നിങ്ങളത് ആഴത്തിൽ ഒന്നുകൂടി പഠിക്കാൻ ശ്രമിക്കുക, ഖുർആന്റെ ആളുകളാവാൻ ശ്രമിക്കുക. ഖുർആന്റെ ആവുക എന്നത് അഹുൽ ഖുർആനി അഹ്ലുല്ലാഹി വഖാസത്തുഹു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖുർആന്റെ ആളുകൾ അള്ളാന്റെ ആളുകളും അള്ളാഹുവിന്റെ സ്വന്തക്കാരുമാകുന്നു. അല്ലാഹു വജഅൽനാ മിൻ അഹ്ലിക വഖാസതിക യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, നിന്റെ ആളുകളിൽ, നിന്റെ സ്വന്തക്കാരിൽ നീ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ റഹ്മാനെ. വമാ മസ്സനാ മിൻ ലൂബ്, ഒരു ക്ഷീണവും അല്ലാഹുവിന് ഉണ്ടായിട്ടില്ല. വസ്ബിർ അലാ മാ യഖൂലൂൻ, അവരെന്തെങ്കിലും പറയട്ടെ, ആര് എന്തു വേണമെങ്കിലും പറയട്ടെ. അങ്ങയെക്കുറിച്ചാവാം, വിശുദ്ധ വേദഗ്രന്ഥത്തെ കുറിച്ചാവാം, വിശുദ്ധ തൗഹീദിനെ കുറിച്ചാവാം, വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചാകാം, അള്ളാഹുവെ കുറിച്ച് തന്നെയാവാം, എന്തു വേണമെങ്കിലും പറയട്ടെ. മക്കളുണ്ട് എന്ന് പറഞ്ഞതിനേക്കാൾ വലിയതൊന്നുമില്ലല്ലോ. 2 ആരോപണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് വലദല്ല എന്നതാണ്, ഇതഖദല്ലാഹു വലദൻ എന്നതാണ്. അള്ളാഹുവിന് മകനുണ്ട്. അള്ളാഹുവിന് ഒരു മകനെ അള്ളാഹു ഒരാളെ മകനായി സ്വീകരിച്ചിട്ടുണ്ട്. വഖാലു ഇത്തഖദർ റഹ്മാനു വലദ ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ അൻ ദഅഊ ലിർറഹ്മാനി വലദ. ആകാശഭൂമികൾ പിളർന്ന് പൊടിഞ്ഞു പോകും എന്നിടത്തെത്തി ഭയം കൊണ്ട് വിറച്ചിട്ട് അൻ ദഅഊ ലിർറഹ്മാനി വലദ, റബ്ബിന് മക്കളുണ്ട് എന്ന വാദം അത്രമാത്രം ആപൽക്കരമായിരുന്നു. എന്നിട്ട് അവരോട് അല്ലാഹു എന്ത് ചെയ്തു? അവരെ ലോകത്തിന്റെ അധിപതികളാക്കി മാറ്റി. അല്ലേ?
വൻ ശക്തികളാക്കി മാറ്റി. നമുക്കെന്താ പാഠം? എന്താ പാഠം? വസ്ബിർ അലാ മാ യഖൂലൂൻ. എന്നെക്കുറിച്ച് ഇത്ര വലിയ ആരോപണം പറഞ്ഞിട്ട് ഞാൻ അവർക്കെതിരെ പ്രതികാര നടപടി എടുത്തിട്ടില്ല, അല്ലേ? ഞാൻ അവർക്ക് ദുനിയാവിൽ ഇപ്പോഴും അവർക്ക് സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നെക്കുറിച്ച് ആരോപണം ഉന്നയിച്ച അപവാദം പറഞ്ഞവരോട് ഞാൻ ക്ഷമിക്കുമെന്നും നിങ്ങൾ നിങ്ങളോടും എന്നോടും ഉള്ള അപവാദ പ്രചരണങ്ങൾക്ക് ക്ഷമിക്കുകയില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്ന ചോദ്യത്തിലില്ലേ? വസ്ബിർ അലാ മാ യഖൂലൂൻ. യഹൂദികൾ പറഞ്ഞത് പിന്നെ യദുല്ലാഹി മഗ്ലൂല, കാലത്തിൽ യഹൂദി യദുല്ലാഹി മഗ്ലൂലത്തുൻ ഉല്ലത്ത് ഐദിഹിം വലുഇനു മാ ഖാലു ബൽ യദാഹു മബ്സൂതത്താൻ യുൻഫിഖു കൈഫ യശാ എന്നാണ്. യഹൂദികൾ പറഞ്ഞത് അല്ലാഹു പിശുക്കനാണെന്ന്. അല്ലാഹു പിശുക്കനാണ്. ഈ സംവിധാനങ്ങൾ മുഴുവനും ഒരുക്കി വെച്ച് സർവർക്കും സകലതിനും ആവശ്യമായ എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു ഇഷ്ടക്കാർക്ക് നൽകുന്നതിനേക്കാൾ എതിർപ്പുള്ളവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കാത്ത, ലോഭവും കാണിക്കാത്ത അല്ലാഹുവിനെ പിശുക്കനാണെന്ന് യഹൂദികൾ, അല്ലാഹുവിന് മകനുണ്ട് എന്ന് ക്രിസ്ത്യാനികൾ, അവർ രണ്ടുപേരും ഇന്ന് അല്ലാഹ്ക്കെതിരെ ഒന്നിക്കുന്ന വിഷയത്തിൽ ഒരു തർക്കവുമില്ലാത്തവരാണ്. അല്ലേ? അല്ലാഹുവിനെതിരെ ഒരുമിക്കുന്നതിൽ അവർക്കൊരു തർക്കമില്ല. മറ്റു കാര്യങ്ങളിൽ അവർക്ക് തർക്കങ്ങൾ തമ്മിലുള്ള വിഷയത്തിൽ. പക്ഷെ അല്ലാഹുവിനെതിരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ, പരിശുദ്ധ ഖുർആനെതിരെ, ഇസ്ലാമിനെതിരെ അവരൊന്നാണ്. എന്നിട്ടും അവർക്ക് ദുനിയാവിൽ യാതൊരു കുറവുമില്ല. അതുകൊണ്ട് വസ്ബിർ അലാ മാ യഖൂലൂൻ, വസ്ബിർ വമാ സബറുക ഇല്ലാ ബില്ലാ. ക്ഷമിക്കടോ, അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ, അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടിയല്ലേ, അള്ളാഹിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയല്ലേ. നിങ്ങളാൻ ക്ഷമിച്ചേക്ക്. കാരണം എന്താ? ഇന്നല്ലാഹ മഅ സ്വാബിരീൻ. നിങ്ങൾ ക്ഷമിക്കുന്ന അത്രയും കാലം അള്ളാഹു നിങ്ങൾക്ക് സഹായത്തിന് നിങ്ങളോടൊപ്പം ഉണ്ടാകും. വസ്ബിർ അലാ മാ യഖൂലൂൻ. അല്ലേ? അസ്ബറു ഉമ്മു മകാരിമിൽ അഖ്ലാഖ്. സകല സൽഗുണങ്ങളുടെയും ഉത്ഭവം ക്ഷമയിൽ നിന്നാണ്. ക്ഷമയില്ലാത്തവരിൽ സൽഗുണങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവില്ല, വളർച്ചയുണ്ടാവില്ല, പടർച്ചയുണ്ടാവില്ല. വസ്ബിർ അലാ മാ യഖൂലൂൻ. ആരാധനകളിൽ പിടിച്ചു നിൽക്കണം. സൽസ്വഭാവങ്ങളിൽ ക്ഷമയോടെ പിടിച്ചു നിൽക്കണം. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ക്ഷമ കാണിക്കണം. കോപം വരുമ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള, വിട്ടുവീഴ്ച ചെയ്യാനുള്ള ക്ഷമ കാണിക്കണം. അല്ലേ? പ്രയാസങ്ങളിലും തിരിച്ചടികളിലും രോഗങ്ങളിലും കഷ്ടപ്പാടുകളിൽ ക്ഷമിക്കാൻ കഴിയണം. ഉദ്ദേശിക്കാത്ത രൂപത്തിൽ നന്മകൾ ഉണ്ടാകുമ്പോൾ ക്ഷമയോടെ ശുക്റുള്ളവനായി തീരാൻ കഴിയണം. എല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ക്ഷമയിൽ നിന്ന്. ക്ഷമയിൽ നിന്ന്. കൂട്ടാനിൽ ലേശം ഉപ്പ് കുറഞ്ഞാൽ പോലും ക്ഷമിക്കാൻ കഴിയാത്ത നമ്മൾ, അല്ലേ? കഷ്ടപ്പെട്ട് മക്കളെയും പേരക്കുട്ടികളെയും നോക്കി അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനിടയിൽ നമുക്കുള്ള ഭക്ഷണത്തിൽ ഒരു വീഴ്ചയും വരുത്താതെ, വളരെ ശ്രമകരമായി മൂത്രമൊഴിക്കാൻ പോലും പോകാതെ നോക്കുന്നതിനിടയിൽ മക്കളിൽ നിന്നോ പേരക്കുട്ടികളിൽ നിന്നോ ഒരു നോട്ടക്കുറവ് നിമിത്തം ഒരു തലമുടി ചോറിൽ വീണതിന്റെ പേരിൽ, അത് നമ്മളുടെ ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ കഴിക്കുമ്പോൾ കിട്ടിയതിന്റെ പേരിൽ വീട്ടിൽ ബദരയുദ്ധമുണ്ടാക്കുന്നവർ ഉള്ളതല്ലേ? ആ മുടി അവരുടെ തലയിലാണെങ്കിൽ സുന്ദരമാണ്, നമുക്ക് അഭിമാനമാണ്. അതും ഏതായാലും വലിച്ചു പറിച്ചിട്ടതല്ലല്ലോ പ്രിയപ്പെട്ടവരെ, അല്ലല്ലോ. നമ്മളോടുള്ള വൈരാഗ്യത്തിന് വലിച്ചു പറിച്ചിട്ടതല്ല അവര്, അത് അവരിൽ നിന്ന് വീണതുമല്ല. പക്ഷെ പച്ചത്തെറി മുഴുവനും, നമുക്ക് പറയാവുന്ന മുഴുവൻ ഭാഷയിലും തെറിപ്പേരും ചീത്ത കേട്ടത് ആ പാവങ്ങളല്ലേ. എന്നിട്ട് നിങ്ങൾ ഞാനും ക്ഷമിക്കാതെ, നമ്മൾ ക്ഷമയുള്ള ആൾക്കാരാന്ന് പറഞ്ഞാല് എങ്ങനെയാണ്? അപ്പോ ഞാൻ പറഞ്ഞില്ലേ, അസ്സബറു ഉമ്മു മക്കാരിമിൽ അഖ്ലാഖ് എന്നതൊരു ചെറിയ പ്രയോഗമല്ല. അതൊരു ചെറിയ പ്രയോഗമല്ല. അത് നമ്മുടെ ജീവിതത്തിന്റെ സർവ മേഖലകളിലും ഉണ്ടായേ മതിയാവൂ.
ആ ഭക്ഷണം ഉണ്ടാക്കാൻ സഹിച്ച കഷ്ടപ്പാടിന് മുകളിൽ അബദ്ധത്തിൽ വന്ന മറ്റുള്ളവരുടെ നോട്ടക്കുറവ് മൂലം വന്ന ആ ഒരു തലമുടി കാരണം വീഴുന്ന ആ കണ്ണുനീര് നമ്മളുടെ പരലോകം പോലും നഷ്ടപ്പെടുത്താൻ കാരണമാകുന്ന തെറ്റായി മാറും. കിട്ടിയ ചാൻസിൽ അതുകൂടി പറഞ്ഞു എന്ന് മാത്രം. ഞാനൊരു ചൂടനാണ്, ക്ഷമയില്ലാത്തവനാണ്. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് വീട്ടില് കച്ചറ ഉണ്ടാക്കാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും ലളിതമായ മാർഗം ഈ ഒരു തലമുടിയാണ് എന്നതുകൊണ്ടാണ് ഞാൻ അതിന്മേൽ തന്നെ പിടിച്ചത്. ആ പാവങ്ങളുടെ കഷ്ടപ്പാടുകൾ വിലവെക്കേണ്ടതുണ്ട്, അത് കാണേണ്ടതുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഏതായാലും അള്ളാഹു അവരോട് പ്രത്യേകമായും നമ്മളോടും നമ്മളുടെ കുടുംബങ്ങളോടും പൊതുവായും കരുണ കാണിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.